ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു സോഷ്യോളജിയിലെ പാർട്ട് സെക്കൻഡിലെ 4ാമത്തെ പാഠം. പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മെറ്റീരിയലാണ് 4ാമത്തെ പാഠമായിട്ടുള്ള പാർട്ട് സെക്കൻഡിലെ അഥവാ 10ാമത്തെ പാഠം. പാർട്ട് സെക്കൻഡിലെ 4ാമത്തെ പാഠം. ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും, ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ഗ്രാമീണ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിൻ്റെയും വിലയിരുത്തലാണ്. അത് കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ, അതുപോലെ തന്നെ അർബനൈസ്ഡ് പീരീഡ്, കൊളോണിയൽ കാലഘട്ടത്തിൽ, പിന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ, നഗരവൽക്കരണ കാലഘട്ടത്തിലൊക്കെ ഗ്രാമീണ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ വന്നിട്ടുള്ളത്. ഗ്രാമസമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഹരിത വിപ്ലവം, അതൊക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നഗരവൽക്കരണം, ഓക്കെ, അപവ്യവസായവൽക്കരണം ഒക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങളേറ്റവും നമ്മൾ ചെയ്യുന്നത്, സാധാരണഗതിയിൽ ചെയ്യുന്ന ഇതെന്താണ്, നമ്മൾ ഇതിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാം. എഡ്വാരി സമ്പ്രദായം അനുസരിച്ച് യഥാർത്ഥ കൃഷിക്കാരനാണ് നികുതി അടയ്ക്കേണ്ടത്. ഇപ്പം 3 തരത്തിലുള്ള നികുതി സമ്പ്രദായമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിരുന്ന ജമീന്ദാരി സിസ്റ്റം, അത് ജമീന്ദാരന്മാരെ ഒരു ഏരിയ ഏൽപ്പിച്ച് അവിടെ നിന്ന് നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് ജമീന്ദാരി സിസ്റ്റം. ദെൻ റൈറ്റ്വാരി, ദെൻ മഹൽവാരി. ഗ്രാമത്തിലെ ഒരു ഗ്രാമം ഒരു മഹലായിട്ട് തീരുമാനിച്ച് അതിൻ്റെ ഗ്രാമമുഖ്യന് നികുതി പിരിക്കുന്നതാണ് മഹൽവാരി സിസ്റ്റം. റൈറ്റ്വാരി കർഷകന് നേരിട്ട് നികുതി അടക്കുന്ന സിസ്റ്റമാണ് റൈറ്റ്വാരി. അപ്പോൾ ഒരു ഗ്രാമത്തിലെ അംഗസംഖ്യ കൂടുതലുള്ളതും ഭൂ ഉടമസ്ഥതയുള്ളതുമായിട്ടുള്ള ജാതിയെയാണ് പ്രബല ജാതി എന്ന് MN ശ്രീനിവാസൻ. ഇവിടെ അംഗസംഖ്യ കൂടുതലായിരിക്കും, അവർക്കായിരിക്കും ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ഭൂമി അവരുടെ പേരിലായിരിക്കും. അവരെ അറിയപ്പെടുന്ന പേരാണ് ഡോമിനൻ്റ് ക്ലാസ്. ഡോമിനൻ്റ് ക്ലാസ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് MN ശ്രീനിവാസനാണ്. ദെൻ ഭൂപരിധി നിയമപ്രകാരം ലാൻഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിൽ ഉടമസ്ഥതയിൽ വെക്കാനുള്ള സ്ഥലത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രബല ജാതിയിൽപ്പെട്ട ഭൂ ഉടമകളും താഴ്ന്ന ജാതിയിൽപ്പെട്ട കർഷക തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തെ വന്ന മാറ്റത്തെയാണ് ജാൻ ബ്രഹ്മൻ രക്ഷാധികാരത്തിൽ നിന്ന് ചൂഷണത്തിലേക്കുള്ള മാറ്റമെന്ന് വിശേഷിപ്പിച്ചത്. തടസ്സമില്ലാതെ വൈദ്യുതി വിതരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന എന്നുള്ളത്. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട പുതുവത്സര ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ പൊങ്കൽ, ആസാമിലെ ബിഹു, പഞ്ചാബിലെ വൈശാഖി, കർണാടകത്തിലെ ഖാദി. ഇത് ചോദ്യം വന്നിട്ടുള്ളതാണ്. എന്താണ് കാർഷിക ഘടന? ഭൂമിയുടെ ഘടനയനുസരിച്ച് അഥവാ വിതരണത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് കാർഷിക ഘടന എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ് ഗ്രാമത്തിലെ വർഗഘടന രൂപപ്പെടുന്നത്. 3 തരത്തിലുള്ള കാർഷിക ഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ഇടത്തരം ഭൂവുടമകൾ, കർഷക തൊഴിലാളികൾ, കുടിയാന്മാരായിട്ടുള്ള ആൾക്കാർ. വലിയ ഇടത്തരം ഭൂവുടമകൾ അവർ കൃഷിയിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാണ് കർഷക തൊഴിലാളികൾ. ഭൂവുടമകളിൽ നിന്ന് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണ് കുടിയാന്മാരായിട്ടുള്ള ആൾ. പ്രബല ജാതി, ഡോമിനൻ്റ് ക്ലാസ് എന്നുള്ള ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള ആശയം വിശദമാക്കുക എന്നുള്ളതാണ്. MN ശ്രീനിവാസനാണ് ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓരോ പ്രദേശത്തിനും കൂടുതൽ സംഖ്യാബലമുള്ളതും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഏറ്റവും കരുത്തും ഉള്ളവരുമായിട്ടുള്ള പ്രധാന ഭൂ ഉടമജാതികളാണ് പ്രബല ജാതികൾ. അതായത് അവർ ആ സ്ഥലത്ത് ഏറ്റവും അംഗബലമുള്ള ആൾക്കാരായിരിക്കും, കൂടുതൽ ഭൂമി അവരുടെ പേരിലായിരിക്കും. ദെൻ പ്രധാന പ്രബല ജാതിക്കാർ ഉത്തർപ്രദേശിലെ ജാട്ടുകൾ, രജപുത്രന്മാർ, കർണാടകത്തിലെ വക്കാലിംഗന്മാരും ലിംഗായത്തുമാരും, ആന്ധ്രാപ്രദേശിലെ കമ്പന്മാരും റെഡ്ഡിമാരും, പഞ്ചാബിലെ ജാട്ടി സിഖുകൾ. എന്താണ് ബേഗർ സിസ്റ്റം എന്നാൽ എന്ത് എന്നുള്ളതാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ വർഷത്തിൽ ഒരു നിശ്ചിത ദിവസങ്ങൾ ഗ്രാമത്തിലെ ജമീന്ദാർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് പണിയെടുക്കുന്നതാണ് ബേഗർ സിസ്റ്റം.
അടിമവേല സമ്പ്രദായത്തിന് ഉദാഹരണം എഴുതുക എന്നുള്ളതിന് ഗുജറാത്തിലെ ഹൽപ്പതി സിസ്റ്റം ഓഫ് ഗുജറാത്ത്, ജീത സിസ്റ്റം ഓഫ് കർണാടക. ദെൻ കൊളോണിയൽ കാലഘട്ടത്തിലെ ഭൂപരിഷ്കരണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജമീന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി സമ്പ്രദായം, മഹൽവാരി സിസ്റ്റം, ഇതെല്ലാം കൊളോണിയൽ കാലത്തെ ഭൂപരിഷ്കരണങ്ങളാണ്. ജമീന്ദാർമാർ കർഷകരിൽ നിന്നൊരു നിശ്ചിത തുക പിരിച്ചെടുത്ത് നികുതിയായി ഗവൺമെൻറ്റിന് നൽകണമെന്ന വ്യവസ്ഥയാണ് ജമീന്ദാരി സിസ്റ്റം. റൈറ്റ്വാരി കർഷകർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് നികുതി നൽകുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണങ്ങൾ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി, കുടിയാൻ വ്യവസ്ഥ നിർത്തലാക്കി, ഭൂപരിധി നിയമങ്ങൾ, ലാൻഡ് സീലിംഗ് ആക്റ്റുകൾ, ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നതാണ്. എന്താണ് ലാൻഡ് സീലിംഗ്, ലാൻഡ് റിഫോംസ് എന്താണെന്നുള്ളത് ചോദിക്കുകയാണ്. ഒരു കുടുംബത്തിന് കൈവശം വെക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കാവുന്ന ഭൂമിയുടെ ഉയർന്ന പരിധി നിജപ്പെടുത്തി നിയമമാണ്. അപ്പോൾ ബാക്കിയുള്ള ഭൂമി, മിച്ച ഭൂമി ആർക്ക് ഷെയർ ചെയ്യപ്പെടും? ഭൂമി ഇല്ലാത്ത കർഷകർക്ക്. ബിനാമി ട്രാൻസ്ഫർ, അതായത് ഈ ലാൻഡ് സീലിംഗ് ആക്റ്റ് ഒക്കെ വന്നതോടുകൂടി ധാരാളം ഭൂമി കൈവശം ഉണ്ടായിരുന്ന ഭൂവുടമകൾ തങ്ങളുടെ ഭൂമി ഭൂപരിധി നിയമം മൂലം നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും കൈമാറിയതാണ് ബിനാമി ട്രാൻസ്ഫർ. ഹരിത വിപ്ലവം അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും എന്ന് പറഞ്ഞാൽ 1960കളിലും 70കളിലും ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള കാർഷിക നവീകരണ പദ്ധതിയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിന് 2 ഘട്ടമുണ്ട്. ഒന്ന്, അതായത് നല്ല രീതിയിൽ ജലസേചന സൗകര്യം ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആദ്യത്തെ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. നെല്ലും ഗോതമ്പും വിളയുന്ന ഗ്രാമങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ വരേണ്ടതും ജലലഭ്യത കുറഞ്ഞതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നേട്ടങ്ങൾ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചതിനാൽ കർഷകോൽപാദനം കുത്തനെ വർദ്ധിച്ചു. അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനത്തിൽ ആദ്യമായി സ്വയം പര്യാപ്തത കൈവരിച്ചു. കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചെറുകിട കർഷകർക്ക് ഗുണം ലഭിച്ചില്ല. പുതിയ ഇനം വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. ഇടത്തരം സമ്പന്ന കർഷകർ വൻ ലാഭമുണ്ടാക്കി. ഗ്രാമസമൂഹങ്ങൾ അസമത്വം വർദ്ധിച്ചു എന്നാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളായിട്ടുള്ളത്. കോട്ടങ്ങളായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പറയുകയാണെങ്കിൽ കുടിയാന്മാരും കർഷകരെ കുടിവയ്പ്പിക്കലിനും കാരണമായി. സമ്പന്ന കർഷകരുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. അതുപോലെ തന്നെ ട്രില്ലറ്, ട്രാക്ടർ, മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം തുടങ്ങിയ മൂലം സേവന ജോലി, മറ്റുള്ള ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതുപോലെ തന്നെ കൂടുതൽ സമ്പന്നരും അതീവ ദരിദ്രരുമായിട്ട് മാറുകയാണ്. എന്താണ് സർക്കുലേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ? കർഷക തൊഴിലാളികൾ കൃഷിയുടെ സീസൺ അനുസരിച്ച് അന്യദേശങ്ങളിൽ തൊഴിൽ അന്വേഷിച്ച് കുടിയേറുക, അതുപോലെ തന്നെ കൃഷിയുടെ സീസൺ കഴിയുമ്പോൾ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തൊഴിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് പോലെ തരത്തിലുള്ള ഉദാഹരണം. 18ാമത്തെ ചോദ്യം, സ്വതന്ത്ര തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും മാതാപിതാക്കളെയും ഗ്രാമത്തിലെ വീടുകൾ വിട്ടുകൊണ്ട് പുരുഷന്മാർ തൊഴിലും മെച്ചപ്പെട്ട കൂലിയും തേടി പോകുന്നതിനെയാണ് ഇവരെ സ്വതന്ത്ര തൊഴിലാളികൾ എന്ന് പറയുന്നു. എന്താണ് കാർഷിക തൊഴിൽ എന്ന് പറഞ്ഞാൽ? എന്താണ് കാർഷിക തൊഴിൽ ശക്തിയുടെ സ്ത്രൈണവൽക്കരണം? സ്ത്രൈണവൽക്കരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പണ്ട് കാലത്ത് പുരുഷന്മാർ ചെയ്തിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിനെയാണ് സ്ത്രീവൽക്കരണം. വുമണൈസേഷൻ ഇൻ അഗ്രികൾച്ചറൊക്കെ അതിന് ഉദാഹരണം. പുരുഷന്മാർ അന്യദേശത്ത് ജോലി ചെയ്യുന്നതിനാൽ കൃഷി ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങളെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്ത്രീ ഏറ്റെടുക്കുന്നു വരുന്നു. ഇതിനെ കാർഷിക തൊഴിൽ ശക്തീകരണത്തിന് സ്ത്രൈണവൽക്കരണം അഥവാ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ലേബർ എന്ന് പറയുന്നു. കരാർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കർഷകർ ബഹുരാഷ്ട്ര കമ്പനികൾ ചില വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കരാറുകൾ ഏർപ്പെട്ടു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ കയറ്റുമതി ചെയ്യുന്നതിനായി കമ്പനികൾ വാങ്ങുന്ന വ്യവസ്ഥയാണ് കരാർ സമ്പ്രദായം. ഇതാണ് ഇത്തരത്തിലാണ് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് 12ാമത്തെ പാഠം.